വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ വായിച്ചതിന്റെ ബാക്കി ഹബക്കൂക്ക് പ്രവചനത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയാണ്. കർത്താവിന്റെ സന്നിധാനത്തിൽ ആ ഭാഗങ്ങൾ വായിച്ച് ആ ഏരിയയിൽ നിന്ന് നമുക്ക് വേണ്ട ആത്മീയ ദൂതുകൾ ദൈവം നമുക്ക് തരട്ടെ. പ്രാർത്ഥനയോടെ നാം വായിക്കാൻ ഒരുങ്ങുമ്പോൾ ജോൺ ഡാനിയൽ പാസ്റ്റർ നമുക്ക് ഇന്നും വായിച്ചു തരും. നിങ്ങൾ ചേർന്ന് വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിക്കുക. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നതും എന്ത്? അവൻ അവയെ ഒക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു. അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരു വലയിൽ ചേർത്തുകൊള്ളുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തൻ്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവൻ്റെ ഓഹരി പുഷ്ടിയുള്ളതും അവൻ്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തൻ്റെ വല കുടഞ്ഞ് ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? കർത്താവിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഈ ഭാഗത്ത് നിന്നും ഹബക്കൂക്ക് പ്രവാചകന്റെ ആശങ്കാജനകമായിരിക്കുന്ന ചില വാചകങ്ങളും വാക്കുകളുമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ പ്രവചനത്തിന്റെ പ്രത്യേകതയും ഇതിൻ്റെ ആത്മീയതയെ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്നത്. യഹൂദ ജനതീ ദൈവത്തോട് പാപം ചെയ്ത് മറുതലിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ദൈവം പ്രവാചകന്മാരെ ഉണർത്തിയിട്ട് വരാനിരിക്കുന്ന കാലത്ത് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കുകയില്ല, ദൈവം എല്ലാ കാലവും മൗനമായിരിക്കുകയില്ല എന്നൊക്കെ വളരെ ശക്തമായിട്ട് ഇന്നലകളിൽ നമ്മൾ ധ്യാനിച്ചു പോകുന്ന പ്രവാചകന്മാരിൽ കൂടെയൊക്കെ വളരെ കർക്കശമായിട്ട് പറഞ്ഞു പോകുന്നു. ഈ ഹബക്കൂക്ക് പ്രവാചകനും ബാബിലോണിലേക്ക് ഇസ്രായേൽ മക്കളെ അടിമകളായി കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് ഉള്ള പ്രവാചകനാണ്. ദൈവത്തിന്റെ മന്ദിരവും ആലയമൊക്കെ യെരൂശലേമിൽ നിലകൊള്ളുന്ന കാലത്ത് അദ്ദേഹം പ്രവചിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ ആശങ്ക ഇതായിരുന്നു: ദൈവം ഇത്രയും കാലമായിട്ട് ഇവരിത്രയും മോശമായ പാപങ്ങൾ ചെയ്തിട്ടും ദൈവം എന്താ മിണ്ടാതിരിക്കുന്നത്? ദൈവം എന്തൊരു നടപടി എടുക്കാത്തത്? എത്രത്തോളം ഇന്നലത്തെ വാക്കുകൾ ഓർക്കുന്നില്ലേ? എത്രത്തോളം ഇതിങ്ങനെ ഞാൻ കണ്ടും കേട്ടും ഒരു നടപടിയില്ലാതെ സഹിക്കേണ്ടി വരും? എത്ര കാലമായി ഇത് ഉപദേശിച്ചിട്ട് ഏൽക്കുകയില്ല, പ്രവചിച്ചിട്ട് ഫലിക്കുകയില്ല. വരുന്ന ദൈവദാസന്മാരെ പോലും ഇര്മ്യാവിനെ കിട്ടിയതുപോലെ ഓരോരുത്തരെ പിടിച്ച് അവർ കുണ്ടറയിലിടുക, അവർ രാജാവും പ്രവാചകനും പുരോഹിതനൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് സത്യം പറയുന്നവനെ പീഡിപ്പിക്കുക. ജനം വീണ്ടും വഷളത്തിലേക്ക് പോവുക, അന്യദൈവങ്ങളെ കൊണ്ടുവന്ന് പൂജാഗരികൾ നിർമ്മിച്ച് അതിനകത്തൊക്കെ പൂജയും സേവയും ചെയ്യുക. ഇതൊക്കെ കണ്ടും അടുത്തപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിച്ച് വിലപിക്കുകയായിരുന്നു, എത്രത്തോളം ഇത് കാണേണ്ടി വരും, എത്രത്തോളം ഇത് സഹിക്കേണ്ടി വരും? അതിനുള്ള മറുപടിയായിരുന്നു ഇന്നലെ നമ്മൾ ആശങ്കയ്ക്ക് പരിഹാരം എന്ന വണ്ണം ഈ 1-ാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, കൽദയരെ വരുത്തും. കൽദയരെന്ന് ഉദ്ദേശിച്ചത് ബാബിലോണിനെയാണ്, ബാബിലോൺകാരെ. ബാബിലോണിൽ നിന്ന് രാജാക്കന്മാരെ വരുത്തി ഇവിടെ തൂത്തുവാരും എന്ന് പറഞ്ഞു. ഇന്നലെ അതായിരുന്നു നമ്മൾ 11-ാം വാക്യം വരെയുള്ള ചിന്തയ്ക്കകത്ത്. ബാബിലോണിന്റെ ഉഗ്രതയും അവൻ വരുമ്പോൾ എന്തായിരിക്കും, അവന്റെ ശക്തി എത്ര പ്രബലമാണ് എന്നതൊക്കെയാണെന്ന് ഇന്നലെ വായിച്ച ഭാഗത്ത് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇന്ന് 12-ാം വാക്യം മുതൽ ബാബിലോണിനെയാണ് ദൈവമായ കർത്താവ് യഹൂദ ജനതയ്ക്ക് വിരോധമായിട്ട് വരുത്തി അവരെ ശിക്ഷിക്കാൻ നടപടിയിട്ടിരിക്കുന്നത്. വരുന്നത് ചെറിയ കക്ഷിയല്ല, ബാബിലോൺ കരുത്തും കഴിവുമുള്ള, തൂത്തു തുടച്ച് ഇല്ലാതാക്കാൻ കരുത്തുള്ളവരാണെന്ന് കേട്ടപ്പോൾ ഹബക്കൂക്ക് ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് ആശങ്ക വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം വരികയാണ് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗത്ത്. അത് മറ്റൊന്നുമല്ല, ദൈവമേ അതെങ്ങനെ ശരിയാവുന്നേ? കാരണം ഈ ശിക്ഷയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് സംഭവം ശരിയാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങളെ ശിക്ഷിക്കുന്നതിനകത്ത് വിരോധമില്ല, ശിക്ഷിച്ച് വേണം തന്നെ മക്കളെ വളർത്തും. പക്ഷെ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കുക എന്ന് പറയുന്നത് ഒരപ്പന് ചേർന്നാണോ? അതൊരു കഴിവുകേടല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങളുടെ മോൻ കുറ്റം ചെയ്താൽ നിങ്ങൾ അവനെ
വീടിനകത്തേക്ക് വലിച്ചു കയറ്റി വാതിലടച്ചിട്ട് ഇപ്പൊ അത് പറഞ്ഞാൽ കുറ്റാവോന്ന് എനിക്കറിയാമല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ ശിക്ഷ ഇപ്പൊ നിയമം മാറിയിരിക്കുക അല്ലേ. അപ്പൊ ഇന്നലെ ഒരമ്മ യൂട്യൂബിലോ ടി വിയിൽ നിന്നുകൊണ്ട് ഭയങ്കര കർക്കശമായി പറഞ്ഞു കേട്ടു, പിള്ളേരെ തല്ലി വളർത്തണം, കാരണം ആ തല്ലാത്തതിൻ്റെയും ശിക്ഷാ നടപടികൾ പിൻവലിച്ചതിൻ്റെയും മോശം ഒരു സ്കൂൾ അധ്യാപകയാന്ന് തോന്നുന്നു, നിങ്ങളും കണ്ടു കാണും. അപ്പൊ ഇപ്പൊ തല്ലിയെന്നോ അല്ലെങ്കിൽ നുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പിള്ളേർക്ക് ഫോൺ ചെയ്യാം, ആ സ്ഥിതിയിലേക്കായി. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നതിന്റെ അധർപ്പതനം നടക്കാൻ തുടങ്ങുന്നുണ്ട്. ബൈബിൾ പറയുന്നു ബാലനെ ശിക്ഷിച്ചു വളർത്തണം, വടിയെ സ്നേഹിക്കുന്നവൻ അവനെ നശിപ്പിക്കുക എന്നൊക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോ അവനെ അകത്തേക്ക് വലിച്ചിട്ട് അപ്പൻ അവനെ കയ്യിലിരിക്കുന്ന ചൂരവടി കൊണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് മേല ചേരുന്ന അപ്പനാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഞങ്ങൾക്ക് വിരോധമില്ല, അപ്പൻ തല്ലിക്കോട്ടെ. പക്ഷെ അപ്പൻ പറയുകയാണ് നാട്ടുകാരെ കൊണ്ട് തല്ലിക്കുക എന്ന് പറയുന്നത്, അല്ലെ ബാബിലോൺകാരെ കൊണ്ട് ശിക്ഷ അടിപ്പിക്കുക എന്ന് പറയുന്നത് ഹബക്കൂവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സംഭവമൊക്കെ ശരിയാണ്, ഞങ്ങൾ കുറ്റം ചെയ്തു, അടിക്കണം. അതിന് തന്നെയാണ് ഞാൻ ഞങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് തിരുമുമ്പിൽ വന്നത്. ഹബക്കൂക്ക് പറയുന്നു ശിക്ഷിക്കണം, അതിനകത്ത് ഒരു തെറ്റുമില്ല, ശിക്ഷിച്ചേ പറ്റൂ. ഇവരെ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് നന്നാവില്ല. പക്ഷേ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ വടിവെട്ടാൻ പോയിട്ടുണ്ട്, അടിക്കും, അടിച്ചാൽ തീരായിരിക്കും. അത് സംഭവം എന്നതാണ്, നീ ഇപ്പൊ ചോദിച്ചതിന്റെ പേരിൽ പറയാം. ഞാൻ കൽദയരെ വരുത്തും, ഉഗ്രശക്തിയുള്ള ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപതികളെ കുതിരപ്പടയെ തന്നെ വരുത്തും, കൊടുങ്കാറ്റ് പോലെ വരും, അവര് കടിച്ചു കീറും. ഇത് കേട്ടപ്പോൾ ചോരത്തിളപ്പുള്ള അല്ലെങ്കിൽ രക്തക്കൂറുള്ള ഹബക്കൂക്ക് ഞെട്ടിത്തരിച്ചു. അതെന്നെ പണിയെ കാണിക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന എങ്ങനെ? അതാണോ വേണ്ടത്? മറ്റൊരുത്തിനെ കൊണ്ടാണോ സ്വന്തം മക്കളെ തല്ലിക്കേണ്ടത്? ശരിയല്ലേ? ന്യായല്ലേ? പക്ഷെ നമ്മൾ ഓർത്തോണം, ദൈവത്തിന്റെ ശിക്ഷാ നടപടികൾ ബൈബിളിൽ വേറിട്ട് പഠിക്കേണ്ട ഒരു വലിയ പഠനമാണ്. ചുമ്മാ നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് കയ്യും കൊട്ടി അനുഗ്രഹം വരും ശാപം പോവും നന്മ വരുമെന്ന് മാത്രം പാത്രം വെച്ചോട്ട് നിറയട്ടെ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് ഒരു ആയുസ് കൊണ്ട് പഠിച്ചാൽ തീരില്ല. അത് പാർട്ടായിട്ട് ദൈവം, കാരണം ദൈവത്തിന് സഹിക്ക വയ്യാത്തത് ഒരു മനുഷ്യനോ ഒരു കുടുംബത്തിനോ മാനവവർഗത്തിനോ വേണ്ടിയിട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ദൈവം ചെയ്തത്, അല്ലേ? ഏറ്റവും പുതിയ നിയമത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞ സ്വന്തം മകനെ തകർത്തുകൊണ്ടാണ് നമ്മളെ രക്ഷിച്ചത്. ഇനി വരുന്ന ശിക്ഷ എന്നൊക്കെ പറയുന്നത് യാതൊരുവിധ എന്താ പറയുക കരുണയും കൃപയൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ടി വന്നാൽ അത്ര കർശനമായിരിക്കും. അപ്പൊ പഠിക്കേണ്ട ഒരു പഠന വിഷയമാണ് ദൈവത്തിന്റെ ശിക്ഷാ നടപടി. ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ ദൈവം ശിക്ഷിക്കുന്നത് എത്ര തരത്തിലെ ശിക്ഷകളുണ്ട്. ശിക്ഷാ നടപടിയുടെ തുടക്കം എങ്ങനെയാണ്, അതിൻ്റെ തീവ്രത എന്താണ്? ഭയങ്കര ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ്. ഇരുന്ന് പഠിക്കാൻ നേരമുള്ളവർ, ബൈബിളുമായിട്ട് അത്ര ബന്ധത്തിലിരിക്കുന്നവർ, ഞാൻ വിഷയം പറഞ്ഞു തരാം, വീട്ടിലിരുന്ന് പഠിക്കുക ദൈവത്തിൻ്റെ ശിക്ഷാ നടപടികൾ. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിൽ ഇതൊക്കെ ഏതെങ്കിലും ഏരിയയിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 12ാമത്തെ വാക്യം തുടങ്ങുന്നത്, എന്റെ ദൈവമായ യഹോവേ നീ പുരാതനമേ എന്റെ. അപ്പൊ ദൈവം ചോദിക്കുക, അങ്ങ് പരിശുദ്ധം തന്നെയല്ലേ? കാരണം എന്താ? അങ്ങ് ഞങ്ങളുടെ അപ്പം തന്നെയല്ലേ? ദൈവം എന്തേ കാണിക്കാൻ പോകുന്നത്? അങ്ങ് എപ്പോഴും പരിശുദ്ധനല്ലേ? അങ്ങ് എന്റെ ദൈവം തന്നെയല്ലേ? ഇസ്രായേലിന്റെ യഹൂദയുടെ ദൈവമല്ലേ അങ്ങ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞങ്ങൾ മരിക്കുകയില്ല. ഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു, പാറയായുള്ളവേ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിയോഗിച്ചിരിക്കുന്നു എന്ന് കുത്തിട്ട് നിർത്തിയിരിക്കുകയാണെങ്കിൽ ഒരു സംഭാഷണ ശൈലിയിലേക്ക്, ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? സത്യമായിട്ടും നിയോഗിച്ചെന്നാണ് ഈ പറയുന്നത്. ആ ഒരു ആശങ്കയിലല്ലേ പാസ്റ്റേ ചോദ്യം കിടക്കുന്നത്? അല്ലാതെ ചുമ്മാ അങ്ങ് കുത്തിപ്പിടിച്ചവിടെ നിൽക്കുന്ന ഇതല്ല പറയുന്നത്. ആ വാക്ക് ഒരു ഡയലോഗ്, ഒരു സംഭാഷണ രീതി നമ്മൾ മനസ്സിലാക്കണം. ദൈവമേ നീ എന്റെ പരിശുദ്ധനല്ലേ? എന്തേ പറയുന്നത്? ഞങ്ങളെല്ലാരും കൂടി മരിക്കുമെന്നോ? അതാണോ ശിക്ഷ? ഞങ്ങൾ മരിക്കുകയില്ല, കാരണം ദൈവത്തിനുള്ള ഉറപ്പാണ്. സത്യമായിട്ടും നിയോഗിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ശക്തിയെ. നീ അവനെ ന്യായവിധിക്കാൻ നിയമിച്ചിരിക്കുക, പാറയായുള്ളവരെ ശിക്ഷയ്ക്കായി നിയോഗിച്ചോ? അദ്ദേഹം ഞെട്ടിത്തിരിച്ചുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കൽ പോലും ദൈവത്തിന്റെ ശിക്ഷാ നടപടിക്ക് വിധേയപ്പെടരുത്. ബാലശിക്ഷ കുറ്റം ചെയ്താൽ ശിക്ഷിക്കും, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ കാൽക്കൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ അടി വരുന്നത് വരെയും അടി കിട്ടിയ നന്നാവത്തുള്ളെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കുകയല്ല. കർത്താവ് ചിലരെ നിയോഗിക്കും, അതാ ദൈവത്തിന്റെ ശിക്ഷയുടെ ഏറ്റവും വലിയത്. ചിലരെ ദൈവം ആക്കി വയ്ക്കും, അവനെ പോയി തല്ലിയേക്കാൻ പറയും. അവൻ വീട്ടിൽ കയറും, അവൻ നന്മയെ കയറും, പിള്ളേരെ കയറി പിടിക്കും. അന്നേരം പിന്നെ കിടന്ന് വളയരുത്. അത് അറിയാവുന്ന പ്രവാചകനെ പറയുന്നത്, സത്യമായിട്ട് അവരെ നിയോഗിച്ചോ? ദൈവം എന്തേ പറയുന്നേ?
താഴേക്ക് വായിക്കുമ്പോഴൊക്കെ പറയുന്നു, അങ്ങയെക്കുറിച്ച് ഞങ്ങളുടെ അറിവ് എന്താ? ദോഷം കേട്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവരെ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും, ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ. അപ്പൊ നോക്കേ, ആ വാക്കുകളൊക്കെ എന്താ എഴുതിയിരിക്കുന്നത് ഇവിടെ? പറയുന്നത് ദുഷ്ടൻ തന്നിലും നീതിമാൻ. തന്നിലും നീതിമാൻ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്, ദുഷ്ടൻ എന്ന് പറഞ്ഞ ബാബിലോണാണ്. അപ്പൊ ഇത്രയും ഗതികെട്ട ദുഷ്ടന്മാർ, എന്തിനും മനസ്സില്ലാത്തവർ, ആരെയും കയറി തല്ലുന്നവർ, ജാതികളെ മുഴുവൻ വലവീശി പിടിക്കുന്നവർ, സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി ഒരു നീതിയില്ലാതെ പ്രവർത്തിക്കുന്നവർ, കരുണയില്ലാത്തവർ, ആരെയും കൊല്ലാൻ മടിയില്ല, ചോര കണ്ടാൽ യാതൊരു എന്താ പറയാ ഒരു 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 വെറുപ്പില്ല. അങ്ങനെയുള്ളൊരു ജാതിയാണ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കൂടത്തിൽ ചേർക്കാൻ കൊള്ളാത്ത, ലോകത്തിൽ വെച്ച് ഏറ്റവും ഏറ്റവും ചോരക്കൊതിയന്മാർ, അവരെയാണോ വരുത്താൻ പോകുന്നത്? അങ്ങ് ഇപ്പോഴും നീതിമാനല്ലേ? അങ്ങ് പരിശുദ്ധനല്ലേ? ആ ചോദ്യങ്ങളുടെ ആശങ്ക നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അവിടെ ചോദിച്ച ചോദ്യം 13-ാം വാക്യം തീരാൻ നേരത്ത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നീ വെറുതെ ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുമ്പുമ്പോ മിണ്ടാതിരിക്കുന്നതും. അവര് വരാൻ പോകുന്നത് ചൂണ്ട കൊണ്ടാണ്, കോരുവല കൊണ്ടാണ്, വീശുവല കൊണ്ടാണ് അല്ലേ? മനുഷ്യരെ മുഴുവൻ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെ ആക്കി. പിന്നെ അവൻ അവയൊക്കെ ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു, വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരുവലയിൽ ചേർത്ത് കൊള്ളുന്നു. അത് കണ്ടിട്ട് അവര് സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അപ്പൊ വരാൻ പോകുന്ന കക്ഷി ഇവിടെ ഈ യഹൂദയെ മുഴുവൻ സമുദ്രത്തിലെ മീൻ പോലെയാക്കി. സമുദ്രത്തിലെ മീനിന്റെ പ്രത്യേകത എന്താ? മീൻ്റെ കാര്യം എന്താ? ആർക്കും ചൂണ്ടയിടാം, സമുദ്രമല്ലേ? ആർക്കും ചൂണ്ടയിടാം, ആർക്കും വല വീശാം, ആർക്കും കോലുവലയും കൊണ്ട് കോരിയെടുക്കാം. ഇപ്പോ രാഷ്ട്രങ്ങളിൽ ഇപ്പോഴത്തെ നിയമങ്ങളിലൊക്കെ ട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വല വീശുന്നവരെ ഇവിടുത്തെ സമുദ്ര അതിർത്തിയിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് പോയി വല വീശി അവരെ പാകിസ്ഥാൻകാർ അടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിടും. പിന്നെ കുറെ കണ്ട തിരിച്ചു. അതൊക്കെ ഇപ്പോഴത്തെ വ്യവസ്ഥ. പക്ഷെ പുരാതന കാലത്ത് കടൽ എന്ന് പറയുന്നത് ആർക്കും കയറി വല വീശാം, ആർക്കും. അങ്ങനെയല്ലായിരുന്നു. ദൈവം മതില് കെട്ടി വേലി കെട്ടി വേർതിരിച്ചിരുന്നതായിരുന്നു ഇസ്രായേൽ. ഇപ്പൊ അവരെ ദൈവം സമുദ്രത്തിലെ മീനെ പോലെ ആക്കി. വഴി പിള്ളേർക്ക് വേണം ചൂണ്ടയിട്ട് അടിച്ചു കണ്ടല്ലേ, വേണമെങ്കിൽ പോകാം. സ്തോത്രം. അവിടെ ചെന്നിട്ട് ചൂണ്ടയിട്ടിട്ട് പിടിച്ചോണ്ട് പോകാം. പിടിച്ചോണ്ടുപോയി കൂട്ടത്തിന് വെട്ടി ആരും ചോദിക്കുകയില്ല. അപ്പൊ ആ പരുവത്തിലേക്ക് ജനത്തെ ആക്കിക്കളഞ്ഞു. ജനത്തെ ആക്കിക്കളഞ്ഞു. അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാക്ക് തന്നെയാണ്. ഏത് വാക്കാ? ഇവിടെ ദുഷ്ടൻ തന്നിൽ നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും. വിഴുങ്ങുമ്പോൾ വേണ്ടി, ഇപ്പൊ വിഴുങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് കൃത്യമായിട്ട് നിറവേറിയത് എഴുതി വെച്ചാൽ മതി, ഞാൻ വായിക്കുന്നില്ല. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 51-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, 51-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, വിലാപങ്ങൾ 2:16. ഒന്നുകൂടെ പറയാം എഴുതുന്നവർക്ക് വേണ്ടി. യിരെമ്യാ പ്രവചനം 10:25, 51:34, 51:41, വിലാപങ്ങൾ 2:16. ഇത്രയും വാക്യങ്ങൾ നോക്കിയാൽ ദൈവം പറഞ്ഞത് നിറവേറ്റി വന്ന് അവർ വിഴുങ്ങി എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് മുട്ടുകുത്താം. ഈ വിഴുങ്ങുക എന്നുള്ളത് ഒരു ശിക്ഷാ നടപടിയാണല്ലോ. 3 വിധത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കാം. ചിലരെ ശത്രു വന്ന് വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും, വിഴുങ്ങിയില്ല, വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും ദൈവം ഇടപെടും. പക്ഷേ അതൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നന്നായിരിക്കും. സങ്കീർത്തനങ്ങൾ 56-ന്റെ 1-ഉം 2-ഉം 57-ന്റെ 3-ഉം ആയിരിക്കും. ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 56-ന്റെ 1-2. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. വിഴുങ്ങിയില്ല. ദാവീദാ പറയുന്നത് മനുഷ്യൻ എന്നെ വിഴുങ്ങാൻ പോകുന്നു. അടുത്തതോടെ അവർ ഇടവിടാതെ പൊരുതു എന്നെ ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. വിഴുങ്ങിയില്ല, ഭാവിക്കുന്നു. 57-ന്റെ 3 വാക്യം. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. നോക്ക്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കി. വിഴുങ്ങിയില്ല. ദാവീദിന്റെ സമ്പത്തിനകത്ത് ചിലർ വിഴുങ്ങാൻ വേണ്ടി ഭാവിച്ചു, പ്ലാൻ ചെയ്തു. വിഴുങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും ദാവീദിന്റെ ചരിത്രത്തിൽ അറിയാൻ ദൈവം അതിനകത്ത് ഇടപെട്ടു. അവന്റെ വിഴുങ്ങുമ്പോ അവന്റെ തുപ്പല ഉമ്മിനീരല്ല ഇവന്റെ മേത്ത് പറ്റിയല്ലേ. അപ്പൊ അവൻ, എന്റെ ഭാവനയിൽ, എന്റെ ചിന്തയിൽ പറയാം, ശത്രുവിന്റെ ഉമ്മുനീര് നിന്റെ മേത്ത് പറ്റുന്നതിനേക്കാൾ പോലെ, വായിൽ നിന്ന് കടിക്കുന്നതിനേക്കാൾ പോലെ, നാക്ക് നീട്ടി നക്കിയെടുക്കുന്നതിനേക്കാൾ മുമ്പ് അവൻ വിഴുങ്ങാൻ ഉന്നം വെച്ച് ഭാവിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക? സ്തോത്രം. ദൈവത്തിനുള്ളവരും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരും വിഴുങ്ങാൻ വന്നേക്കാം, പക്ഷെ വിഴുങ്ങത്തില്ല. വിഴുങ്ങാൻ
ഭാവിക്കുമ്പോഴേക്കും ദൈവം ഇടപെടും. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തത്, നമ്മൾ ആമോസിന്റെ പ്രവചനം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു വാക്കുണ്ട്. അത് ആമോസിന്റെ പ്രവചനത്തിലെ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിനകത്താണ്. ഒരു സിംഹം ഒരാടിനെ 3:12 യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരു ഇടയൻ 2 കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇടയൻ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സിംഹം വന്ന് വിഴുങ്ങുകയാണ് ആടിനെ. അപ്പോ വിഴുങ്ങാൻ ഭാവിക്കുകയല്ല, വിഴുങ്ങി തുടങ്ങി. അത് വേണമല്ലോ പറയാൻ, അല്ലേ? വിഴുങ്ങി തുടങ്ങി, ഏറെക്കുറെ തലയകത്തായി ഉടലകത്തായി കാലും കാതും ഒഴിച്ച് ബാക്കി മുഴുവൻ പതുക്കെ വിഴുങ്ങുകയാണ്. ഉള്ളിലേക്ക് വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇടയൻ കണ്ടു, ഓടി വന്നു, വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ചിലരെ വിഴുങ്ങി കർത്താവും ഒന്ന് കടിച്ചോട്ടെ എന്ന് കർത്താവും വിചാരിച്ചു. കാരണം ചില പഠിക്കണമെങ്കിൽ എന്താ വേണം, ഒരു കടി കിട്ടട്ടെ, ഒരു കടി കിട്ടട്ടെ എന്ന് വിചാരിച്ചു ചിലര്. അപ്പൊ ചിലരെ അങ്ങ് വിഴുങ്ങി തുടങ്ങിയപ്പോഴേക്ക് ഇടയൻ കണ്ടു, ഓടി വന്ന് വിടുവിച്ചു. മൂന്നാമത്തത് ദൈവം കളയുകയല്ല. അതിനൊരു വാക്യം വായിക്കണം. 51:44. ആദ്യം എഴുതിയതായിരിക്കും. 51:44. അതൊന്ന് വായിക്കാമോ? 51:44. ഇരിമ്യാ പ്രവചനം 51:44. ഇരിമ്യാ പ്രവചനം 51:44 വാക്യം. അതോടെ വായിച്ച് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. 51-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാമോ? വായിച്ചോ. ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ചു, അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. നോക്കണേ, അപ്പോ 3-ാമത്തെ നടപടിയാണ്. വിഴുങ്ങിക്കൊണ്ടുപോയി, ബാബിലോൺകാർ വന്ന് വിഴുങ്ങിക്കൊണ്ടുപോയി, ഉള്ളിലാക്കി. പക്ഷെ ദൈവം തമ്പുരാൻ 70 കൊല്ലം അവന്റെ വയറ്റിലിട്ടോണ്ടിരിക്കാൻ അനുവദിച്ചു. 70 കൊല്ലം കഴിഞ്ഞപ്പോൾ പിള്ളേരൊരു പാഠം പഠിച്ച് അപ്പച്ചാന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ദഹിപ്പിച്ചില്ല, വിഴുങ്ങിയതിനെ ഛർദ്ദിപ്പിച്ചു, വായിന്ന് പുറത്തെടുത്തു. ഞാൻ അവസാനിപ്പിക്കും. യോനയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, തമ്പുരാനോട് കളിക്കരുത്, വിഴുങ്ങിയിട്ട് പിന്നെ ഛർദ്ദിക്കേണ്ട ഗതി വന്നാൽ പിന്നെ ആളെ ഒരു കണക്കിന് എന്തായി മാറി? ആ പഴയ അച്ഛൻ പുള്ളിയൊക്കെ മാഞ്ഞു കിട്ടും. ശരി, എന്നല്ലേ? ആ പഴയ പ്രതാപമൊക്കെ പോയി കിട്ടും. 3 രീതിയിലാണ് വിഴുങ്ങൽ. ഒന്ന്, നീ ദൈവത്തിന്റെ പക്ഷത്ത് ദൈവത്തിന്റെ ദാവീദിനെ പോലെ ഹൃദയപ്രകാരം നിന്നാൽ അവൻ വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും കർത്താവ് ഇടപെടും. 2, നീ ഇച്ചിരി അനുസരണക്കേടിലൊക്കെ നടക്കുവാണെങ്കിൽ തമ്പുരാനും വിചാരിക്കും ഒരു കടി കിട്ടട്ടെ എന്ന് വിചാരിക്കും, മിണ്ടാതിരിക്കും. നിന്നെ കയറി കടിച്ച് ഏറെക്കുറെ പകുതി മുക്കാലായി അമ്മച്ചിയെന്ന് വിളിച്ച് കരയുന്ന പോലെ അലറി കരയുമ്പോൾ ചിലപ്പോൾ പകുതി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് സിംഹത്തിന്റെ വായിന്ന് വിടുവിക്കും. അത്രയും ഗതികേടിലേക്ക് പോണോ? എങ്കിലും വിഴുങ്ങുന്നവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലറി ചുറ്റി നടക്കുന്നുണ്ട്, അതുള്ള കാര്യമാണ്. പക്ഷെ അവൻ വിഴുങ്ങാൻ നിന്റെ വീട്ടുപരിസരത്ത് വരുമ്പോഴേക്കും ദൈവം ഇടപെടുന്ന ഒരാത്മീക ലെവല് നമുക്കുണ്ടായിരിക്കണം. 3, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, ഇതൊക്കെ വെറും തമാശയായിട്ട് കണക്കാക്കിയാൽ നിന്നെ വിഴുങ്ങാൻ അങ്ങ് സമ്മതിക്കും. ഒരു 70 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ തിരിച്ചെടുത്തത്. വെറുതെ ശത്രുവിന്റെ വയറ്റിൽ പോയി കിടന്ന് ശ്വാസം മുട്ടണോ? ICU-നകത്തും ഞാൻ എപ്പോഴും പറയുന്ന, വീണ്ടും വീണ്ടും പറയേണ്ടത്, അതിനകത്തൊക്കെ പോയി കിടന്ന് ഈ ഡയാലിസിസ് യൂണിറ്റിനകത്തോ ഇവിടെയൊക്കെ പോയി കുറേ നാൾ കിടന്നിട്ട് പിന്നെ വിഴുങ്ങിയിട്ട് പുറത്ത് വരണ്ട. അപ്പോഴത്തേക്കും കാശ് എത്ര പോകും, ആരോഗ്യം പോകും, തലമുടിയും പോയി, എല്ലാം പോകില്ലേ? അതിനൊക്കെ നല്ലത് വിഴുങ്ങാൻ വരുമ്പോഴേക്കും വിടുവിക്കുന്ന ഒരു ലെവൽ ആത്മീയത്തിനുണ്ട്. അങ്ങനെ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. വിഴുങ്ങിയതിന് ശേഷം ഛർദ്ദിപ്പിക്കുന്നതിനേക്കാൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ച് എണ്ണ പ്രാർത്ഥിച്ച് കുടിച്ച് അതിനേക്കാളൊക്കെ നല്ലത് വിഴുങ്ങുന്നതിനേക്കാൾ മുമ്പ് ഭാവിക്കുമ്പോഴേക്കും വിടുതൽ കിട്ടും. നമുക്ക് മുട്ടുകുത്താം, നമുക്ക് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, വിഴുങ്ങാൻ ഭാവിക്കുന്നവൻ അടുത്ത് വരുമ്പോഴേക്കും ഞങ്ങളുടെ കർത്താവ് ഒരു അപ്പനെ പോലെ കഴുകനെ പോലെ പറന്നു വന്ന് ഞങ്ങളെ ചിറകിൽ വഹിച്ച് ശത്രുവിന് വിട്ടുകൊടുക്കാതെ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ആത്മീക ഞങ്ങൾക്ക് തരണേ എന്ന് വിചാരിക്കും. എല്ലാ അമ്മമാരും അപ്പന്മാരും പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിച്ചാട്ടെ. അവൻ എന്തു പറഞ്ഞാലും കേൾക്കുകയല്ല. കുടിക്കട്ടെടാ, എടാ പറയുന്ന കേക്കടാ. കൂട്ടും കൂടി നടന്ന് നിന്നെ വിഴുങ്ങിയിട്ട് ലാസ്റ്റ് അമ്മ മുട്ടയിലിരുന്ന് കരയേണ്ടി വരും, ICU-ന്റെ വാതൊക്കെ വന്ന് നിൽക്കേണ്ടി വരും എന്ന് പച്ചക്കങ്ങ് പറയാന്നേ. വിഴുങ്ങിയതിന് ശേഷം പിന്നെ പ്രാർത്ഥന വെച്ചും രോഗം വെച്ചും തിരിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും ദൈവം ഇടപെടുന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക് നമുക്ക് മാറാം. അങ്ങനെ ജീവിക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യഹൂദയെ ശിക്ഷിപ്പാൻ ബാബിലോണിനെ വരുത്തുന്നു എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയ ഹബക്കൂക്കിനെ പോലെ വരാനിരിക്കുന്ന നാളുകളിൽ ദൈവത്തിന്റെ നടപടികൾ എത്ര ഭയാനകമായിരിക്കുമെന്ന് ഓർക്കുമ്പോൾ
ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞങ്ങൾ പറഞ്ഞു നിർത്തിയതുപോലെ അപ്പാ, ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിൽ ഒരെണ്ണത്തെ പോലും വിഴുങ്ങി 3 മാസം 3 കൊല്ലമൊക്കെ ശത്രു വിഴുങ്ങി, രോഗം വിഴുങ്ങി, പ്രശ്നങ്ങൾ വിഴുങ്ങി, കടഭാരങ്ങൾ വിഴുങ്ങി, ദൈവമേ അങ്ങനെ ആ പ്രശ്നത്തിൽ കിടന്ന് പിന്നെ പ്രാർത്ഥിച്ചു ഉപവസിച്ചും കരഞ്ഞും പുറത്തു വരുന്നൊരു സ്ഥിതിയിലേക്ക് പോകല്ലേ അപ്പാ. എൻ്റെ ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും എൻ്റെ അപ്പച്ചാ ഓടി വന്ന് ഞങ്ങളെ വാരിയെടുക്കുന്ന അതുപോലത്തെ ഒരു ബന്ധം ദൈവമായിട്ട് ഞങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളാണ് പ്രത്യേകം ഈ മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ മാസമാണ്. പൗരുഷന് ഒത്തിരി പ്രാർത്ഥനയുടെ സന്ദേശങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ കേൾക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളെ ഒന്നും ദൈവമേ, അവരുടെ ദുർസ്വഭാവങ്ങൾ അവരെ വിഴുങ്ങരുതേ, കുറ്റക്കാരായി തീരരുതേ. ദൈവം കൈവിടല്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.